ജോൺസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉടഞ്ഞു പോകുന്ന ഒരു പാത്രം അല്ലേ, അത് കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച്, അല്ലെങ്കിൽ തകർന്നു പോകാൻ അല്ലേ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഓർക്കണം, ക്ഷമിക്കാനുള്ളതായ മനസ്സും ആ അനുഭവവും. ക്ഷമയില്ലെങ്കിലാണ് ഇവിടെ നമ്മൾ കേട്ടല്ലോ, പല പ്രശ്നങ്ങൾക്കും അത് കാരണമായിരിക്കുകയാണ്. വാസ്തവമായി ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം നമ്മുടെ മുമ്പിൽ അധികമില്ല. പ്രിയ റോബിനോടും പ്രിയ ജൂലിയോടും കർത്താവിന്റെ നാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനായി, കുടുംബജീവിതം ധന്യമായ അനുഗ്രഹമായി തീരുവാൻ പ്രധാനമായി എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ 3 വസ്തുതകൾ പ്രധാനമായി ജീവിതത്തിൽ ഓർത്തിരിക്കുവാൻ ഇടയായി. എന്നും നിങ്ങൾക്ക് ഇതുപോലെ വിരിച്ചൊരിക്കലായിരിക്കുന്ന ചെയറും ഈ അനുഭവങ്ങളും ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. 1 2 ഏരിയ 3 ചിലപ്പോൾ ഇതുപോലെ അവസരം കിട്ടിയെന്ന് വരാൻ ഈ ഡൽഹിയിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചിലപ്പോൾ കണ്ടത് വരാം. എന്നാൽ എന്നും ഇങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കും. ജീവിതത്തിലോട്ട് നിങ്ങൾ പ്രവേശിക്കുവാനായിട്ട് പോകുകയാണ്. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ നീലാകാശം ചിലപ്പോൾ എന്ത് ചെയ്യും, കാർമേഘം കൊണ്ട് മൂടിയിരിക്കും. അപ്പോൾ ഓർത്തോളം ജീവിതത്തോടുള്ളതായിരിക്കുന്നുണ്ട് യാഥാർത്ഥ്യങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോകുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ 2 പേരും 2 സ്ഥലത്തായിരുന്നിട്ട് ഒന്നായിട്ട് തീരുകയാണ്. ജീവിതത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ നിങ്ങൾ പ്രവേശിക്കുവാനായിട്ട് പോകുകയാണ്. അപ്പോൾ ചിലപ്പോൾ കാറും ബോളും ഈശാനമുള്ള കാറ്റുകളുമൊക്കെ ഈ ജീവിതമാകുന്ന സമുദ്രത്തിലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സന്ദർഭത്തിൽ വാസ്തവമായി ദൈവസന്നിധിയിൽ മുഴങ്ങാൻ മടക്കി പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. കർത്താവ്, നീയാണ് ഞങ്ങളെ യോജിപ്പിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിലുള്ളതായ ഈ പ്രശ്നങ്ങളുടെ മുമ്പിൽ സഹായിക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. നിന്റെ കരം ഞങ്ങളോടുകൂടെ ഇരിക്കണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ നിശ്ചയമായും എല്ലാ കാറ്റുകളും എല്ലാ കൊടുങ്കാറ്റുകളും എല്ലാ ജീവിത പ്രശ്നങ്ങളും ശാന്തമാക്കുവാൻ കഴിയുള്ളവൻ നമ്മുടെ ജീവിതപ്പടകിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വലിയ സാന്നിധ്യം ജീവിതത്തിലുടനീളം അനുഭവിക്കാൻ ഇടയായി തീരട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുത്തുകൊണ്ട് കർത്താവിന്റെ വരവ് താമസിക്കുന്നവരെ ദൈവം നിങ്ങളെ ലോകത്തിലാക്കിയിരിക്കുന്നതായിരിക്കുന്ന സമയം അത്രയും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവമായ കർത്താവ് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടൂർ മണക്കാര കുളത്തിൻകരോട്ട് വീട്ടിൽ സുവിശേഷൻ KG വർഗീസിന്റെയും ശ്രീമതി ദില്ലി വർഗീസിന്റെയും മകനും പൂനായിദ്യാബന്ധ പോസ്റ്റ് ദൈവസഭാംഗവുമായിരിക്കുന്ന റോബിൻ എന്ന ഈ യുവാവ് കേരള സ്റ്റേറ്റിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മുടപ്പള്ളൂർ പുരമൂട്ടിൽ ശ്രീമാൻ ചാക്കോമത്തായുടെയും ശ്രീമതി അന്നമ്മ ചാക്കോയുടെയും മകളും ഫരീദാബാദ് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭാംഗവുമായിരിക്കുന്ന ജൂലി ചാക്കോ എന്ന ഈ തമ്മിൽ വിശുദ്ധ വിവാഹത്തിൽ അന്യോന്യവും സംയോജിക്കപ്പെടുന്നതിന് തടസ്സമായി ന്യായമായ എന്തെങ്കിലും കാരണങ്ങൾ ഈ കൂടിയിരിക്കുന്ന സദസ്സിൽ ആർക്കെങ്കിലും ഉന്നയിക്കാനുണ്ടെങ്കിൽ ആയിരിപ്പോൾ പ്രസ്താവിക്കാവുന്നതാണ്. അല്ലായെങ്കിൽ ഈ വിഷയം സംബന്ധിച്ച് ഇപ്പോൾ എന്ന പോലെ മേലാലും മൗനമായിരിക്കേണ്ടതും നിങ്ങളെല്ലാവരും ഇതിന് സാക്ഷികളായി ഇരിക്കേണ്ടതുമാണ്. സഭയുടെ മൗനം അനുവാദമായി സ്വീകരിച്ചുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. മനുഷ്യരുടെ സകല രഹസ്യങ്ങളെയും അറിയുന്നവരും ന്യായവിധി ദിവസത്തിൽ നിങ്ങളെ ഇവരെയും ന്യായവിധിക്കുന്നവരുമായ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഇവരെയും പ്രബോധിപ്പിക്കുന്നത് വിശുദ്ധ വിവാഹത്തിൽ നിങ്ങൾ അന്യോന്യം സംയോജിക്കപ്പെടുന്നതിന് വിഘാതമായി മറ്റാരും അറിയാത്തതായ ഏതെങ്കിലും കാരണങ്ങൾ നിങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ആയതിപ്പോൾ ദൈവമുമ്പാകെ സമ്മതിച്ച് നിങ്ങൾ ഈ വിവാഹ ശുശ്രൂഷയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം.
ദൈവസന്നിധിയിൽ ഈ സഭയുടെ മുമ്പാകെ സമ്മതിച്ചിരിക്കുക, തീരുമാനം അറിയിച്ചിരിക്കുക. കർത്താവിന് വലിയ നാമം മോശപ്പെടുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വലകരങ്ങൾ കൊടുത്ത് അന്യോന്യം ഉഭയസമ്മതം ചെയ്ത് ഭാര്യാഭർത്താക്കന്മാരായി തീരുമാനമുണ്ടായ അവസരമാണ്. ഉഭയസമ്മതവാചകം ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. അത് നിങ്ങൾ എൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലിയാൽ മതിയാണ്. അവർ ദൈവസന്നിധിയിൽ തങ്ങളുടെ വലകരങ്ങൾ കൊടുത്ത് ഉഭയസമ്മതം ചെയ്യുന്നതായിരിക്കുന്ന ഈ അവസരത്തിൽ അവരോടുള്ള ബഹുമാന സൂചകമായി ഈ ശുശ്രൂഷയോടുള്ള ആദരവും പ്രമാണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്വയം മാറ്റാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ തമ്മിൽ സംയോജിപ്പിച്ചു കൊള്ളുന്നു. മരണം നമ്മെ തമ്മിൽ വേർപെടുത്തുന്ന കാലം വരെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതയാത്രയിൽ ഉണ്ടാകാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ നിന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും പോറ്റിപ്പുലർത്തുകയും ചെയ്തു കൊള്ളാമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ഉഭയസമ്മതം ചെയ്തു. വാഴ്ത്തപ്പെട്ട കർത്താവും അവന്റെ സഭയും സാക്ഷികളാകും. ആമേൻ. ഞാൻ ഇന്നു മുതൽ എന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളുന്നു. മരണം നമ്മെ തമ്മിൽ വേർപെടുത്തുന്ന കാലം വരെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ഇങ്ങനെ ജീവിതയാത്രയിൽ ഉണ്ടാകാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും അങ്ങേക്ക് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് ഇപ്പോൾ അങ്ങയോട് ഉഭയസമ്മതം ചെയ്തുകൊള്ളുന്നു. താഴ്ത്തപ്പെട്ട കർത്താവും അവന്റെ സഭയും സാക്ഷികളാകും. ആമേൻ. Amen.
പഠിപ്പിച്ചവരായ ഞങ്ങളുടെ പ്രിയ കർത്താവ് ഈ വൈകിയ സമയത്ത് ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടെ എഴുന്നള്ളി വന്നതോർത്ത് ഞങ്ങൾ പുനഃനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അദൃശ്യമാർന്ന വിശുദ്ധകരങ്ങളാൽ കർത്താവായ ദൈവമേ ഈ റോബിനെയും ജൂലിയെയും തമ്മിൽ ഭാര്യാഭർത്താക്കന്മാരായി അവിടുന്ന് സംയോജിപ്പിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ വലിയ കരങ്ങളുടെ മേൽ വെച്ച് നീ അവരെ അനുഗ്രഹിക്കുവാനാകണമെന്ന് ഞങ്ങൾ തിരുവനന്തപുരം പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ അവരനുഗ്രഹിക്കപ്പെട്ടവരായി ശ്രേഷ്ഠമേറിയതായിരിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ മാതൃകാ കുടുംബമായി നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നീ അവർക്കിടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ഭർത്താവിന് ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഈ പ്രിയമകന്റെ പേരിൽ അവിടുന്ന് നൽകി അവനെ ആശീർവദിക്കുമാറാകണമേ. ഒരു ഭാര്യയ്ക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ഗുണങ്ങളും നന്മകളും ഐശ്വര്യവും നൽകി ഈ പ്രിയമകൻ ജൂലിയെ നീ അവിടുന്ന് ആശീർവദിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവരനുഗ്രഹിക്കപ്പെട്ടവരായി സന്താനപുഷ്ടിയുള്ളവരായി നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നീ അവർക്കിടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ തിരുവിയോട് പ്രാർത്ഥിക്കുന്നു. ജയത്തോടെ നീ അവരെ സ്വർഗ്ഗസിയോനിൽ എത്തിക്കുമാറാകണം. നിന്റെ കരവരുടെ മേൽ വെച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം, നീ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദർഭത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് തിരുവഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കുവാൻ തക്കവണ്ണമായിട്ട് താല്പര്യപ്പെടുകയാണ്. വിവാഹമോചനം സംബന്ധിച്ച ചോദ്യവുമായി നമ്മുടെ കർത്താവിന്റെ അടുക്കൽ പരീക്ഷന്മാർ വന്നപ്പോൾ താൻ അവർക്ക് അയക്കുന്ന വാക്യങ്ങൾ. പരീക്ഷന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണത്തിനും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നവനെ പരീക്ഷിക്കാൻ ചോദിച്ചു. അതിനെ അവൻ സൃഷ്ടിച്ചവനായി അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അതിൽ നിന്ന് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട്